السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയ സഹോദരങ്ങളെ, സൂറത്തുൽ അറാഫ് 163 മുതലുള്ള വചനങ്ങളിലേക്ക്. ജോർദാനിലെ അക്വാബ തുറമുഖത്തിനടുത്തുള്ള ഒരു പ്രദേശമാണ് ഐല. ഈ പ്രദേശവാസികളെ അയലത്തുകാർ എന്നറിയപ്പെടുന്നു. ചെങ്കടൽ തീരത്താണ് ഈ സ്ഥലമുള്ളത്. ദാവൂദ് നബി അലൈഹിസ്സലാമയുടെ കാലത്താണ് ഈ സംഭവം നടക്കുന്നത്. ശനിയാഴ്ച ദിവസം ആരാധനകൾക്കായി മാത്രം നീക്കിവെക്കണമെന്നും മത്സ്യബന്ധനം, മറ്റു തൊഴിലുകൾ തുടങ്ങി യാതൊരു ലൗകിക കാര്യങ്ങളിലും അന്നേ ദിവസം ഏർപ്പെടരുതെന്നും യഹൂദരോട് കൽപ്പിക്കപ്പെട്ടിരുന്നു. അവർക്ക് വൻ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ശനിയാഴ്ച ദിവസങ്ങളിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ തീരത്തിനടുത്തേക്ക് വരുമായിരുന്നു. മറ്റു ദിവസങ്ങളിൽ വരുന്നുമില്ല. ശനിയാഴ്ച മീൻ പിടിക്കാൻ പാടില്ലാത്തതുമാണ്. ഇത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു പരീക്ഷണം തന്നെയായിരുന്നു. പരീക്ഷണത്തിൽ അവർ വ്യക്തമായും പരാജയപ്പെടുകയായിരുന്നു. എങ്ങനെയെന്നല്ലേ? അവർ കടൽക്കരയിൽ കുഴികളുണ്ടാക്കി കടലിൽ നിന്ന് കുഴികളിലേക്ക് ചാലുകൾ രൂപപ്പെടുത്തി. കുഴികളിൽ മത്സ്യം നിറയുമ്പോൾ ചാലുകൾ അടയ്ക്കും. ശനിയാഴ്ച സൂര്യൻ അസ്തമിച്ച ശേഷം ആ മീനുകളെ പിടിക്കും. ഇങ്ങനെ കുതന്ത്രം പ്രയോഗിച്ചു വന്ന അവർ കാലക്രമേണ ശനിയാഴ്ച തന്നെയും മീൻ പിടിക്കാൻ തുടങ്ങി. ദൃഢവിശ്വാസമുള്ള ഒരു വിഭാഗം അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. സബത്ത് ദിനത്തിന്റെ പരിശുദ്ധി നിങ്ങൾ ലംഘിക്കരുത്. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ലംഘിച്ചാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകി. എന്നാൽ വിശ്വാസികളിൽ തന്നെ ഒരു വിഭാഗത്തിന് ഈ ഉപദേശങ്ങൾ അനാവശ്യമാണെന്ന് തോന്നി. കുറ്റവാളികളെ അള്ളാഹു ശിക്ഷിക്കുമല്ലോ, നാം എന്തിന് അതിൽ ഇടപെടണം? ഇതായിരുന്നു അവരുടെ നിലപാട്. മറ്റൊരു വിഭാഗമാകട്ടെ മീൻ പിടിക്കാൻ പോയതുമില്ല, കുറ്റവാളികളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതുമില്ല. ഏതായാലും ഉപദേശങ്ങളും മുന്നറിയിപ്പുകളും എല്ലാം അവഗണിച്ചുകൊണ്ട് അക്രമി സംഘം അവരുടെ ധിക്കാര നിലപാടുമായി മുന്നോട്ടു പോയി. അധികനാൾ അത് തുടരാൻ അവർക്ക് കഴിഞ്ഞില്ല. അള്ളാഹുവിൽ നിന്നുള്ള കഠിനമായ ശിക്ഷയ്ക്ക് അവർ അർഹരായി തീർന്നു. അവരെ നിന്ദ്യന്മാരായ കുരങ്ങുകളാക്കി രൂപം മാറ്റിക്കളഞ്ഞു സർവശക്തനായ അള്ളാഹു. ഉപദേശിച്ചവരെയും മൗനം അവലംബിച്ചവരെയും അള്ളാഹു രക്ഷിച്ചുവെന്നാണ് മിക്ക വ്യാഖ്യാതാക്കളും രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഖുർആനിൽ നിന്ന് തെളിയുന്നതും അതാണെന്ന് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വ്യക്തമാക്കുന്നു. മുഫസ്സിറുകൾക്കിടയിൽ വ്യത്യസ്ത വീക്ഷണങ്ങളും ചർച്ചകളുമുണ്ട് ഈ വിഷയത്തിൽ. 163 മുതലുള്ള വചനങ്ങൾ ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واسألهم عن القرية التي كانت حاضرة البحر إذ يعدون في السبت إذ تأتيهم حيتانهم يوم سبتهم شرعا ويوم لا يسبتون لا تأتيهم كذلك نبلوهم بما كانوا يفسقون. കടൽ തീരത്ത് സ്ഥിതി ചെയ്തിരുന്ന ആ പട്ടണത്തെപ്പറ്റി താങ്കൾ അവരോട് ചോദിച്ചു നോക്കൂ. അതായത് സബത്ത് ദിനം, ശനിയാഴ്ച ആചരിക്കുന്നതിൽ അവർ അതിക്രമം കാണിച്ചിരുന്ന സന്ദർഭത്തെപ്പറ്റി. അവരുടെ സബത്ത് ദിനത്തിൽ അവർക്ക് ആവശ്യമുള്ള മത്സ്യങ്ങൾ വെള്ളത്തിന് മീതെ തല കാണിച്ചുകൊണ്ട് അവരുടെ അടുത്ത് വരികയും അവർക്ക് സബത്ത് ആചരിക്കാനില്ലാത്ത ദിവസത്തിൽ അവരുടെ അടുത്ത് വരാതിരിക്കുകയും ചെയ്തിരുന്ന സന്ദർഭം. അവർ ധിക്കരിച്ചിരുന്നതിന്റെ ഫലമായി അപ്രകാരം നാം അവരെ പരീക്ഷിക്കുകയായിരുന്നു. وَإِذْ قَالَتْ أُمَّةٌ مِّنْهُمْ لِمَ تَعْظُونَ قَوْمًا اللَّهُ مُهْلِكُهُمْ أَوْ مُعَذِّبُهُمْ عَذَابًا شَدِيدًا قَالُوا مَعْذِرَةً إِلَى رَبِّكُمْ وَلَعَلَّهُمْ يَتَّقُونَ. അള്ളാഹു നശിപ്പിക്കുകയോ കഠിനമായി ശിക്ഷിക്കുകയോ ചെയ്യാൻ പോകുന്ന ഒരു ജനവിഭാഗത്തെ നിങ്ങൾ എന്തിനാണ് ഉപദേശിക്കുന്നത് എന്ന് അവരിൽപ്പെട്ട ഒരു സമൂഹം പറഞ്ഞ സന്ദർഭവും ശ്രദ്ധിക്കുക. അവർ മറുപടി പറഞ്ഞു, നിങ്ങളുടെ രക്ഷിതാവിങ്കൽ ഞങ്ങൾ അപരാധത്തിൽ നിന്ന് ഒഴിവാകുന്നതിന് വേണ്ടിയാണ്. ഒരു വേള അവർ സൂക്ഷ്മത പാലിച്ചെന്നും വരാമല്ലോ.
فلما نسوا ما ذكروا به أنجينا الذين ينهون عن السوء وأخذنا الذين ظلموا بعذاب بئيس بما كانوا يفسقون. എന്നാൽ അവരെ ഓർമ്മപ്പെടുത്തിയിരുന്നത് അവർ മറന്നു കളഞ്ഞപ്പോൾ ദുഷ്പ്രവർത്തിയിൽ നിന്ന് വിലക്കിയിരുന്നവരെ നാം രക്ഷപ്പെടുത്തുകയും അക്രമികളായ ആളുകളെ അവർ ധിക്കാരം കാണിച്ചിരുന്നതിന്റെ ഫലമായി നാം കഠിനമായി ശിക്ഷ മുഖേന പിടികൂടുകയും ചെയ്തു. فلما عتوا عما نهوا عنه قلنا لهم كونوا قردة خاسئين. അങ്ങനെ അവരോട് വിലക്കപ്പെട്ടതിന്റെ കാര്യത്തിലെല്ലാം അവർ ധിക്കാരം പ്രവർത്തിച്ചപ്പോൾ നാം അവരോട് പറഞ്ഞു, നിങ്ങൾ നിന്ദ്യന്മാരായ കുരങ്ങന്മാരായി കൊള്ളുക. അക്രമങ്ങളും അനീതികളും ഒഴിവാക്കി സമാധാന ജീവിതം നയിക്കണമെന്ന ആഗ്രഹം യഹൂദർക്കുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ധിക്കാരങ്ങളും ക്രൂരകൃത്യങ്ങളും ഗൂഢാലോചനകളും ഒഴിവാക്കി സമാധാന ജീവിതം നയിക്കുന്ന ശീലം പലപ്പോഴും അവർക്കില്ലായിരുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ മറ്റ് പല സമൂഹങ്ങളുടെയും അക്രമങ്ങൾക്കും പീഡനങ്ങൾക്കും അവർ വിധേയരായി കൊണ്ടുവരുന്നു എന്നതാണ് ചരിത്ര സത്യം. 167 മുതലുള്ള വചനങ്ങൾ ശ്രദ്ധിക്കുക. وَإِذْ تَأَذَّنَ رَبُّكَ لَيَبْعَثَنَّ عَلَيْهِمْ إِلَى يَوْمِ الْقِيَامَةِ مَنْ يَسُومُهُمْ سُوءَ الْعَذَابِ إِنَّ رَبَّكَ لَسَرِيعُ الْعِقَابِ وَإِنَّهُ لَغَفُورٌ رَحِيمٌ. ഇസ്രായേല്യരുടെ മേൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ വരെ അവർക്ക് ഹീനമായ ശിക്ഷ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നവരെ താങ്കളുടെ രക്ഷിതാവ് നിയോഗിക്കുക തന്നെ ചെയ്യുമെന്ന് അവൻ പ്രഖ്യാപിച്ച സന്ദർഭവും ഓർക്കുക. തീർച്ചയായും താങ്കളുടെ രക്ഷിതാവ് അതിവേഗം ശിക്ഷ നടപ്പാക്കുന്നവനാണ്. തീർച്ചയായും അവൻ ഏറെ പൊറുക്കുന്നവനും കരുണാവാരിധിയുമാണ്. وَقَطَّعْنَاهُمْ فِي الْأَرْضِ أُمَمًا مِنْهُمُ الصَّالِحُونَ وَمِنْهُمْ دُونَ ذَلِكَ وَبَلَوْنَاهُمْ بِالْحَسَنَاتِ وَالسَّيِّئَاتِ لَعَلَّهُمْ يَرْجِعُونَ. ഭൂമിയിൽ അവരെ നാം പല സമൂഹങ്ങളായി പിരിക്കുകയും ചെയ്തിരിക്കുന്നു. അവരുടെ കൂട്ടത്തിൽ സദ്വൃത്തരുണ്ട്, അതിന് താഴെയുള്ളവരും അവരിലുണ്ട്. അവർ മടങ്ങേണ്ടുന്നതിനായി നാം അവരെ നന്മകൾ കൊണ്ടും തിന്മകൾ കൊണ്ടും പരീക്ഷിക്കുകയുണ്ടായി. فخلف من بعدهم خلف ورثوا الكتاب يأخذون عرض هذا الأدنى ويقولون سيغفر لنا وإن يأتهم عرض مثله يأخذوه ألم يؤخذ عليهم ميثاق الكتاب ألا يقولوا على الله إلا الحق ودرسوا ما فيه والدار الآخرة خير للذين يتقون أفلا تعقلون. അനന്തരം അവർക്ക് ശേഷം അവരുടെ പിൻഗാമികളായി ഒരു തലമുറ രംഗത്തു വന്നു. അവർ വേദത്തിന്റെ അനന്തരാവകാശം ഏറ്റെടുത്തു. ഈ നിസാരമായ ലോകത്തിലെ വിഭവങ്ങളാണ് അവർ കൈപ്പറ്റുന്നത്. ഞങ്ങൾക്ക് അതൊക്കെ പുറത്തു കിട്ടുന്നതാണ് എന്ന് അവർ പറയുകയും ചെയ്യും. അത്തരത്തിലുള്ള മറ്റൊരു വിഭവം അവർക്ക് വന്നു കിട്ടുകയാണെങ്കിലും അവരത് സ്വീകരിച്ചേക്കും. അള്ളാഹുവെപ്പറ്റി സത്യമല്ലാതെ ഒന്നും അവർ പറയുകയില്ലെന്ന് വേദഗ്രന്ഥത്തിലൂടെ അവരോട് ഉറപ്പ് വാങ്ങിക്കപ്പെടുകയും അതിലുള്ളത് അവർ വായിച്ച് പഠിക്കുകയും ചെയ്തിട്ടില്ലേ? എന്നാൽ പരലോകമാണ് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഉത്തമമായിട്ടുള്ളത്. നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ലേ? വല്ലദീന യുമസ്സികൂന ബിൽ കിതാബി വഅഖാമുസ്സലാത ഇന്നാ ലാ നുദീഉ അജ്റൽ മുസ്ലിഹീൻ. വേദഗ്രന്ഥത്തെ മുറുകെ പിടിക്കുകയും നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും ചെയ്യുന്നവരാരോ ആ സൽക്കർമ്മകാരികൾക്കുള്ള പ്രതിഫലം നാം നഷ്ടപ്പെടുത്തി കളയുകയില്ല, തീർച്ച.
وإذ نتقنا الجبل فوقهم كأنه ظلة وظنوا أنه واقع بهم خذوا ما آتيناكم بقوة واذكروا ما فيه لعلكم تتقون. നാം പർവ്വതത്തെ അവർക്ക് മീതെ ഒരു കുടയെന്നോണം ഉയർത്തി നിർത്തുകയും അത് അവരുടെ മേൽ പതിക്കുക തന്നെ ചെയ്യുമെന്ന് അവർ ഉറപ്പാക്കുകയും ചെയ്ത സന്ദർഭം ഓർക്കുക. നാം പറഞ്ഞു, നാം നിങ്ങൾക്ക് നൽകിയത് മുറുകെ പിടിക്കുകയും അതിലുള്ളത് നിങ്ങൾ ഓർമ്മിക്കുകയും ചെയ്യുക. നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നവരായേക്കാം. അസ്തിത്വം നഷ്ടപ്പെട്ടവരായ നിലയിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവഗണനകൾ ഏറ്റുവാങ്ങി അലയേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് യഹൂദർ ആത്മാർത്ഥമായും ചിന്തിക്കണമായിരുന്നു. ദൈവനിഷേധങ്ങളിൽ നിന്ന് മടങ്ങി ജീവിത വിശുദ്ധി നേടിയെടുക്കുവാനായി ചില സന്ദർഭങ്ങളിൽ ക്ഷേമവും അഭിവൃദ്ധിയും നൽകുകയും മറ്റു ചിലപ്പോൾ ക്ഷാമവും ദുരിതങ്ങളും നൽകി പരീക്ഷിക്കുകയും ചെയ്യുന്നു. അവരിലെ നല്ലവരായ ഒരു വിഭാഗത്തെ പ്രത്യേകം സ്മരിക്കുകയും ചെയ്യുന്നു അല്ലാഹു. തൗറാത്തിന്റെ അവകാശികളായി കാലങ്ങൾക്ക് ശേഷം വന്ന പിൻതലമുറക്കാർ മതവിധികളിൽ കൃത്രിമം കാട്ടിയും മായം ചേർത്തും അഴിമതി നടത്തിയും തുച്ഛമായ ഭൗതിക നേട്ടങ്ങൾക്കായി പ്രയത്നിച്ചു. തങ്ങൾ അള്ളാഹുവിൻ്റെ ഇഷ്ടസമൂഹമാണ്, എന്ത് തന്നെ തെറ്റ് പ്രവർത്തിച്ചാലും മാപ്പ് നൽകപ്പെടും എന്ന മിഥ്യാധാരണയിലായിരുന്നു അവർ. അള്ളാഹുവെപ്പറ്റി സത്യമല്ലാത്തതൊന്നും പറയില്ലെന്നും വേദഗ്രന്ഥത്തിലെ കൽപ്പനകളെ പ്രതിബദ്ധതയോടെ മുറുകെ പിടിക്കുമെന്നുമുള്ള കരാറുകൾ സന്ദർഭപൂർവം ലംഘിക്കുകയും വിസ്മരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. വേദഗ്രന്ഥത്തിലെ കൽപ്പനകൾ മുറുകെ പിടിക്കുകയും നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും ചെയ്യുന്ന സൽക്കർമ്മകാരികൾക്കുള്ള പ്രതിഫലം ഒരിക്കലും നഷ്ടപ്പെടില്ല എന്ന് അള്ളാഹു സന്തോഷവാർത്ത നൽകുന്നു. യഹൂദർ തൗറാത്ത് സ്വീകരിച്ച രംഗം കൂടി പറഞ്ഞ് ഈ ചരിത്രം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു. മൂസാ നബി അലൈഹിസ്സലാം തൗറാത്തുമായി തിരികെ എത്തിയപ്പോൾ അതൊന്ന് വായിച്ചു കേൾപ്പിക്കൂ, അതിൻ്റെ ഉള്ളടക്കം ഞങ്ങളൊന്ന് മനസ്സിലാക്കട്ടെ, പ്രയാസകരമായത് വല്ലതുമുണ്ടോ എന്നറിഞ്ഞതിന് ശേഷം വിശ്വസിക്കാം എന്നതായിരുന്നു അവരുടെ നിലപാട്. അപ്പോഴാണ് പർവ്വതം അവർക്ക് മേൽ ഉയർത്തപ്പെട്ടത്. പർവ്വതം തങ്ങൾക്ക് മേൽ പതിക്കും എന്ന് വന്നപ്പോൾ തൗറാത്ത് സ്വീകരിക്കാൻ അവർ തയ്യാറാവുകയും അവരുടെ നെറ്റിയുടെ ഇടതുഭാഗം ഭൂമിയിൽ മുട്ടിച്ച് വലതുഭാഗം കൊണ്ട് മുകളിലേക്ക് നോക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇപ്രകാരമായിരുന്നു അവരുടെ സുജൂദിന്റെ രീതി. وَإِذْ أَخَذَ رَبُّكَ مِنْ بَنِي آدَمَ مِنْ ظُهُورِهِمْ ذُرِّيَّتَهُمْ وَأَشْهَدَهُمْ عَلَى أَنْفُسِهِمْ أَلَسْتُ بِرَبِّكُمْ قَالُوا بَلَى شَهِدْنَا أَنْ تَقُولُوا يَوْمَ الْقِيَامَةِ إِنَّا كُنَّا عَنْ هَذَا غَافِلِينَ. താങ്കളുടെ രക്ഷിതാവ് ആദം സന്തതികളിൽ നിന്ന് അവരുടെ മുതുകുകളിൽ നിന്ന് അവരുടെ സന്താനങ്ങളെ പുറത്തു കൊണ്ടുവരികയും അവരുടെ കാര്യത്തിൽ അവരെ തന്നെ അവൻ സാക്ഷിയാക്കി നിർത്തുകയും ചെയ്ത സന്ദർഭവും ഓർക്കുക. അവൻ ചോദിച്ചു, ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ? അവർ പറഞ്ഞു, അതെ, ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. തീർച്ചയായും ഞങ്ങൾ ഇതിനെപ്പറ്റി ശ്രദ്ധയില്ലാത്തവരായിരുന്നു എന്ന് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. ഔ തഖൂലൂ ഇന്നമാ അശ്റക ആബാഉനാ മിൻ ഖബ്ലു വകുന്നാ ദുർരിയ്യതൻ മിൻ ബഅദിഹിം അഫതുഹ്ലികുനാ ബിമാ ഫഅലൽ മുബ്തിലൂൻ. അല്ലെങ്കിൽ മുമ്പ് തന്നെ ഞങ്ങളുടെ പൂർവ്വ പിതാക്കൾ അള്ളാഹുവോട് പങ്കു ചേർത്തിരുന്നു. ഞങ്ങൾ അവർക്ക് ശേഷം സന്തതി പരമ്പരകളായി വന്നവർ മാത്രമാണ്. എന്നിരിക്കെ ആ അസത്യവാദികൾ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ നീ ഞങ്ങളെ നശിപ്പിക്കുകയാണോ എന്ന് നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയുമാണ് അങ്ങനെ ചെയ്തത്. വകദാലിക നുഫസ്സിലുൽ ആയാതി വലഅല്ലഹും യർജിഊൻ. അപ്രകാരം നാം തെളിവുകൾ വിശദമായി വിവരിക്കുന്നു, അവർ മടങ്ങിയേക്കാം. ഭൂമിയിൽ കഴിഞ്ഞുപോയതും
വരാനിരിക്കുന്നതുമായ മുഴുവൻ മനുഷ്യരുടെയും ആത്മാക്കളെ ഒരുമിച്ച് കൂട്ടുകയും അവരിൽ നിന്ന് ശക്തമായ ഒരു കരാർ അള്ളാഹു വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെയല്ലേ നിങ്ങളുടെ രക്ഷിതാവ് എന്ന ചോദ്യത്തിന് അതെ എന്ന് ഏകസ്വരത്തിൽ മറുപടി നൽകിയിട്ടുമുണ്ട്. അന്ത്യനാളിൽ അള്ളാഹുവിന്റെ സന്നിധിയിൽ എത്തുമ്പോൾ സൃഷ്ടാവിന്റെ ഏകത്വം അസ്തിത്വം ഒക്കെയും തനിക്ക് അപരിചിതമായിരുന്നു എന്ന് ഒരാൾക്കും പറയാൻ കഴിയാത്ത വിധം സുദൃഢമായിരുന്നു ആ കരാർ. ഞങ്ങളുടെ പൂർവ്വ പിതാക്കളും അള്ളാഹുവോട് മറ്റു വസ്തുക്കളെ പങ്കുചേർത്തിരുന്നു. അവരെ തുടർന്നു വന്ന ഞങ്ങളും ആ പാത പിന്തുടരുക മാത്രമാണ് ചെയ്തത്. അതുകൊണ്ട് ശിക്ഷയിൽ നിന്ന് തങ്ങളെ ഒഴിവാക്കി തരണം എന്ന ന്യായവാദം നടത്താതിരിക്കാൻ കൂടിയായിരുന്നു ആ കരാർ. ഇതൊക്കെയും ഓർമ്മപ്പെടുത്താൻ കൂടിയാണ് കാലാകാലങ്ങളിൽ പ്രവാചകന്മാർ നിയോഗിതരായിട്ടുള്ളത്. മനുഷ്യൻ സന്മാർഗത്തിലേക്ക് മടങ്ങുവാനാണ് ഈ ഓർമ്മപ്പെടുത്തൽ എന്ന് അള്ളാഹു വ്യക്തമാക്കുന്നു. വത്ലു അലൈഹിം നബഅ അല്ലദീ ആതൈനാഹു ആയാതിനാ فانسلخ منها فأتبعه الشيطان فكان من الغاوين. നാം നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നൽകിയിട്ട് അതിൽ നിന്ന് ഊരിച്ചാടുകയും അങ്ങനെ പിശാച് പിന്നാലെ കൂടുകയും എന്നിട്ട് ദുർമാർഗികളുടെ കൂട്ടത്തിലാവുകയും ചെയ്ത ഒരുവന്റെ വൃത്താന്തം താങ്കൾ അവർക്ക് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കുക. ولو شئنا لرفعناه بها ولكنه أخلد إلى الأرض واتبع هواه فمثله كمثل الكلب إن تحمل عليه يلهث أو تتركه يلهث ذلك مثل القوم الذين كذبوا بآياتنا فقصص القصص لعلهم يتفكرون. നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവ, അതായത് ദൃഷ്ടാന്തങ്ങൾ മൂലം അവന് ഉയർച്ച നൽകുമായിരുന്നു. പക്ഷെ അവൻ ഭൂമിയിലേക്ക് അത് ശാശ്വതമാണെന്ന ഭാവേന തിരിയുകയും അവന്റെ തന്നിഷ്ടത്തെ പിൻപറ്റുകയുമാണ് ചെയ്തത്. അപ്പോൾ അവന്റെ ഉപമ ഒരു നായയുടേതുപോലെയാകുന്നു. നീ അതിനെ ആക്രമിച്ചാൽ അത് നാവ് തൂക്കിയിടും, നീ അതിനെ വെറുതെ വിട്ടാലും അത് നാവ് തൂക്കിയിടും. അതാണ് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ചു തള്ളിയ ആളുകളുടെ ഉപമ. അതിനാൽ അവർക്ക് ഈ കഥ വിവരിച്ചു കൊടുക്കൂ, അവർ ചിന്തിച്ചെന്ന് വരാം. സാഅ മഥലനിൽ ഖൗമുൽ ലദീന കദ്ദബൂ ബിആയാതിനാ വഅൻഫുസഹും കാനൂ യദ്ലിമൂൻ. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച് തള്ളുകയും സ്വദേഹങ്ങൾക്ക് തന്നെ ദ്രോഹം വരുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്ത ആളുകളുടെ ഉപമ വളരെ മോശം തന്നെ. മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദീ വമൻ യുദ്ലിൽ ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. അല്ലാഹു ഏതൊരാളെ നേർവഴിയിലാക്കുന്നുവോ അവനാണ് സന്മാർഗം പ്രാപിക്കുന്നവൻ. അവൻ ആരെ പിഴവിലാക്കുന്നുവോ അവരാണ് നഷ്ടം പറ്റിയവർ. വേദഗ്രന്ഥത്തിൽ അഗാധമായ അവഗാഹം നേടിയ ഒരു പണ്ഡിതനായിരുന്നു ഇസ്രായേലിലെ ബൽആം ബിൻ ബാഊറ. വേദപണ്ഡിതനായ അയാൾ ഭൗതിക നേട്ടങ്ങളിൽ ആകൃഷ്ടനായി അവിശ്വാസത്തിലേക്കും അധാർമികതയിലേക്കും വഴുതിപ്പോവുകയാണ് ഉണ്ടായത്. നാവും തൂക്കിയിട്ട് കിതച്ചുകൊണ്ടോടുന്ന നായയെപ്പോലെ ഭൗതിക സുഖങ്ങളുടെ പിന്നാലെ കൊതിപൂണ്ട് പായുന്ന നിലപാട് അവർ തുടരുക തന്നെ ചെയ്യും. അവർക്ക് ഉത്ബോധനം ലഭിച്ചാലും ഇല്ലെങ്കിലും ജീവിത സുഖത്തോടുള്ള ആർത്തിയുടെ കാര്യത്തിൽ മാറ്റമൊന്നും ഉണ്ടാകില്ല. ഇവിടെ ബാഊറയെ കൂടാതെ മറ്റു 2 പേരുകൾ കൂടി ചില മുഫസ്സിറുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഉമയ്യത്ത് ഇബ്നു അബിസൽത്ത്, മറ്റൊരാൾ അബൂ ആമിറുർ റാഹിബ്. അബൂ ആമിറുർ റാഹിബിനെ ഓർക്കുന്നുണ്ടാകും. ഉഹദ് യുദ്ധവേളയിൽ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് മുസ്ലിം സൈന്യത്തിൽ പരസ്പര ശത്രുതയുണ്ടാക്കുവാനായി ഞാൻ നിങ്ങളുടെ അബൂ ആമിറുർ റാഹിബാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നയാൾ. നീ അബൂ ആമിറുൽ ഫാസിഖാണ് എന്ന മറുപടിക്ക് മുന്നിൽ എളിഭ്യനായി മടങ്ങിപ്പോയ വ്യക്തി. അള്ളാഹുവിന് സൃഷ്ടികളോട് കാരുണ്യവും വാത്സല്യവും ഉള്ളതിനാലാണ് അവരുടെ സന്മാർഗ പ്രാപ്തിക്കായി പ്രവാചകന്മാരെയും അവർ വഴി ദൃഷ്ടാന്തങ്ങളും നൽകുന്നത്. വിശ്വസിക്കുകയും പിൻപറ്റുകയും ചെയ്യുന്നവർ സന്മാർഗം പ്രാപിക്കുന്നു. വിപരീതം പ്രവർത്തിക്കുന്നവർ സ്വന്തത്തോട് തന്നെയാണ് അക്രമം പ്രവർത്തിക്കുന്നത്. അവർ സ്വയം പരാജിതരായി തീരുകയാണ്.
സൂറത്തുൽ ആറാഫ് 163 മുതൽ 178 വരെ വചനങ്ങളാണ് നാം മനസ്സിലാക്കിയത്. 179 മുതൽ ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്ത്. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.